ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 2, മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. സുദാമാപുരി എന്നറിയപ്പെടുന്ന പോർബന്തറിൽ കാബ ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. അഹിംസാവാദിയും സത്യാന്വേഷകനും ധർമ്മിഷ്ഠനുമായിരുന്ന അദ്ദേഹം തൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അച്ഛൻ വർഗസ്നേഹമുള്ളവനും ധീരനും സത്യസന്ധനും ഉദാരമതിയും അതോടൊപ്പം മുൻകോപിയും ആയിരുന്നു. അമ്മ ആത്മവിശുദ്ധിയുള്ളവളും ആഴമേറിയ മതാത്മക ജീവിതം നയിച്ചവളും ആയിരുന്നു. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ കുട്ടിക്കാലത്ത് സ്കൂളിലെ പരീക്ഷാ സമയത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. സ്കൂളിലെ എൻ്റെ പരീക്ഷാ സമയത്ത് നടന്ന ഒരു സംഭവം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാധാന്യമുള്ളതാണ്. വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ മിസ്റ്റർ ഗെയിൽസ് പരിശോധനയ്ക്കായി സ്കൂളിൽ എത്തിയിരുന്നു. അക്ഷരജ്ഞാനം ഉണ്ടോ എന്ന് നോക്കുവാൻ അദ്ദേഹം ഞങ്ങൾക്ക് 5 വാക്കുകൾ തന്നു. അവയിലൊന്ന് കെറ്റിൽ ആയിരുന്നു. ഞാനത് തെറ്റിച്ചു. എൻ്റെ അടുത്ത് വന്ന അധ്യാപകൻ ആ തെറ്റ് കണ്ടു. ബൂട്ട്സിൻ്റെ അറ്റം കൊണ്ട് എൻ്റെ കാലിൽ സ്പർശിച്ച് അടയാളം തന്ന് തെറ്റ് തിരുത്തിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അടുത്തുള്ള കുട്ടി എഴുതുന്നത് നോക്കി സ്പെല്ലിംഗ് ശരിക്ക് എഴുതുവാൻ അധ്യാപകൻ ആവശ്യപ്പെടുമെന്ന് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ധാരണ കോപ്പി അടിക്കാതെ നോക്കുവാനാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്നായിരുന്നു. ഞാനൊഴികെ എല്ലാ കുട്ടികളും ഒരു തെറ്റുമില്ലാതെ എല്ലാ വാക്കുകളും എഴുതി. ഞാൻ മാത്രം മണ്ടനായി. എന്നെ മണ്ടത്തരം പിന്നീട് ബോധ്യപ്പെടുത്തുവാൻ ആ അധ്യാപകൻ ശ്രമിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. കോപ്പിയടി എന്ന കല എനിക്കൊരിക്കലും അഭ്യസിക്കുവാൻ കഴിഞ്ഞില്ല. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നതിൽ നിന്ന്. പഠിപ്പിച്ച അധ്യാപകൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി തെറ്റ് ചെയ്യുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഈ പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയും ആത്മീയതയും ധാർമ്മിക മൂല്യങ്ങളും നിറയ്ക്കേണ്ടതിന് പകരം ഭിന്നിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മത തീവ്രവാദത്തിൻ്റെയും വിഷവിത്തുകൾ പാകി അവരെ തങ്ങളുടെ സ്വാർത്ഥത ലക്ഷ്യങ്ങൾക്കും ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുവാനാണ് പലരും തുനിയുന്നത്. എന്നാൽ മാതാപിതാക്കളും അധ്യാപകരും തങ്ങളുടെ ജീവിത വിശുദ്ധിയിലൂടെയും മാതൃകാപരമായ പ്രവൃത്തികളിൽ കൂടെയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച് അവരെ വിശുദ്ധിയുടെ വഴികളിലേക്ക് നയിക്കുന്നവരായി തീരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17:17. നാം വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ വിശുദ്ധീകരിച്ചു എന്ന് യോഹന്നാൻ 17:19 വായിക്കുന്നു. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 19:22 ദൈവത്തെ സംബോധന ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നാണ്. വെളിപ്പാട് 4:8 സ്രാവികൾ ആർക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവം പരിശുദ്ധൻ 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 എന്നാണ്. ലേവ്യ പുസ്തകം 19:2 മോശയിൽ കൂടി ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും1 പത്രോസ് 1:16 അത് എടുത്ത് പ്രകാരം പറയുന്നു,
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശ്വാസിയുടെ നടപ്പ് എങ്ങനെയായിരിക്കണം എന്ന് 1 പത്രോസ് 1:14 പറയുന്നുണ്ട്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനാകിയാൽ അവനെ നമസ്കരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്ന സങ്കീർത്തനം 99:9 പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധി പാലിക്കുക എന്നതുകൊണ്ട് ലോകത്തിൻ്റെ മായ ജീവിതത്തിൽ കലരാതെ അവയോട് വേർപെട്ട് ജീവിക്കണം എന്നാണ്. നാം ഈ ലോകത്തിൽ നിന്ന് ഉള്ളവരാണ്. എന്നാൽ ഈ ലോകത്തിലെ കളങ്കം നമ്മിൽ പറ്റുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ നാം സ്ഥിരമായി പാർക്കേണ്ടുന്നവരല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അശുദ്ധമായ യാതൊന്നിനും മ്ലേച്ഛതയും പോഷ്കം പ്രവർത്തിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. വെളിപ്പാട് 21:27. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ അവരെ പഠിപ്പിക്കാം. വിശുദ്ധിയിൽ മഹിമയുള്ളവനായ ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധിയിൽ വളരാം. കർത്താവേ, ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വിശുദ്ധിയിൽ ജീവിപ്പാനും ഒടുക്കം സ്വർഗീയ പൗരനായി നിന്നോടൊപ്പം ആയിരിക്കാനും എന്നെയും ഒരുക്കണമേ. ആമേൻ.